ഇന്നത്തെ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന ടാസ്കില് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയ ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ നെവിൻ കേട്ടോ. ആള് നല്ല നൈസായിട്ട് നെവിൻ കാര്യം പറഞ്ഞു. ഒന്ന് നെവിൻ നോമിനേറ്റ് ചെയ്തത് റെന ഫാത്തിമയാണ്. റെനയുടെ ചില സ്റ്റേറ്റ്മെന്റുകളോടുള്ള വിയോജിപ്പാണ് പറഞ്ഞത്. സ്ത്രീകളുടെ ഉന്നമനം പൊക്കി പിടിക്കാനൊന്നും അല്ല ഞാനിവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് റെനയുടെ ചില സ്റ്റേറ്റ്മെന്റുകളോടുള്ള വിയോജിപ്പാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. രണ്ടാമത് പറഞ്ഞത് രേണുവിന്റെ പേരാണ്. രേണു ഇങ്ങനെയൊന്നും അല്ല താൻ പ്രതീക്ഷിച്ചത്. നനഞ്ഞ പടക്കമായി മാറരുത് എന്നുള്ള രീതിയിലാണ് രേണുവിന്റെ പേര് പറഞ്ഞത്. മൂന്നാമത് ജിസലിന്റെ പേര് പറഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതായത് ഇന്ന് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് കുറെ സ്കിറ്റുകളും ഡാൻസും പെർഫോമൻസും ഒക്കെ ചെയ്തല്ലോ. അപ്പൊ ആ സമയത്ത് ഷാനവാസ് രുദ്രനായിട്ട് വരാൻ പറഞ്ഞ സമയത്ത് ഷാനവാസ് ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി ഈ ചാന്തുപൊട്ട് സിനിമയിലെ ദിലീപിന്റെ ഒരു ലുക്കിലാണ് വരുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് ഇതാണോ രുദ്രൻ എന്ന് ചോദിച്ചിട്ട് അവിടെ എല്ലാവരും ഒരു ആശ്ചര്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ചോദിക്കുകയും ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കുറച്ച് മാറിയിരിക്കുന്ന നമ്മുടെ ജിസേൽ വിളിച്ച് പറഞ്ഞു ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെവിനെ പോലെയാണ് എന്നിങ്ങനെ പറഞ്ഞു. അത് നെവിൻ ആ സമയത്ത് സ്പോട്ടിൽ തന്നെ നെവിൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കി. അപ്പോഴേ എനിക്ക് മനസ്സിലായി നെവിൻ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. പക്ഷെ ഞാൻ ആ സമയത്ത് അങ്ങനത്തെ ഒരു കണ്ടന്റ് നമ്മൾ അപ്ഡേറ്റിലൊന്നും നമ്മൾ എവിടെയും പറഞ്ഞില്ല. കാരണം അത് എടുത്തൊരു ടോപ്പിക് ആക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയാതിരുന്നത്. പക്ഷേ പിന്നീട് ഇന്നത് നെവിൻ തന്നെ നോമിനേഷനിൽ പറഞ്ഞതുകൊണ്ട് ഇനി നമുക്കത് പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നെവിൻ അത് ആ സമയത്ത് തന്നെ ഇഷ്ടപ്പെട്ടില്ല. ആളപ്പം തന്നെ നമ്മുടെ ജിസേലിനെ തിരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നെ പോലെയാണോ, അതെങ്ങനെ എന്നെ പോലെയാവും, ഞാൻ ചാന്തുപൊട്ടിലെ ദിലീപിനെ പോലെയാണോ ഞാൻ നടക്കുന്നത്, എന്നെ പോലെയൊന്നും അല്ല എന്ന് ആള് പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഇന്ന് ആ ഒരു നോമിനേഷൻ ടൈമിൽ നെവിൻ അത് പറഞ്ഞ എങ്ങനെയാണ്, ആ ഒരു ചാന്തുപൊട്ട് ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്യരുത്, എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ചിലപ്പോൾ ഒരു ചെറിയ സ്ത്രൈണത അല്ലെങ്കിൽ ഒരു ഫെമിനൻ ടച്ച് ഉണ്ടാകാം. എന്നെ പോലത്തെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ അവരെ ആ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു ചാന്തുപൊട്ട് ക്യാരക്ടറായിട്ടുള്ള ഒരാളല്ല. ചെറിയ രീതിയിൽ അത് എല്ലാവരിലും ഉണ്ട്. അങ്ങനത്തെ ഒരു ചെറിയൊരു സ്ത്രൈണത എല്ലാ മനുഷ്യന്മാരിലും ഉണ്ട്. അത് മാത്രമേ എനിക്കുള്ളൂ. അത് ചിലപ്പോൾ കുറച്ചും കൂടെ വിസിബിൾ ആയിരിക്കാം. എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. ഞാൻ ആ ഒരു മനുഷ്യന്മാരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെന്തോ എനിക്ക് ഫീൽ ചെയ്തു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അത്തരം കമ്പാരിസൺസ് എനിക്ക് ഇഷ്ടമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഭയങ്കര നൈസായിട്ട് എനിക്കറിയാം. അത് എപ്പിസോഡിൽ നിന്ന് അത് ക്ലിയർ ആയിട്ട് തന്നെ ബിഗ് ബോസ് അത് കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ ഒരു വിഷയം. കാരണം ഇത്തരം വിഷയങ്ങളിൽ ബിഗ് ബോസ് കാണിക്കുന്ന ഒരു പ്രതിബദ്ധത വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു ഷോയുടെ ഒരു പ്ലസ് പോയിന്റും അതാണ്. അപ്പോൾ നെവിൻ അത് വളരെ വളരെ ഡീസന്റ് ആയിട്ട് ക്വാളിറ്റിയോടെ പ്രസന്റ് ചെയ്തു കേട്ടോ. എനിക്ക് ശരിക്കും ആ ഒരു കണ്ടസ്റ്റന്റിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു പ്രസന്റേഷൻ ആയിരുന്നു അത്.